നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. നീതി ആയോഗിന്റെ 2022-23 പട്ടിക വരുമ്പോഴും സംസ്ഥാന ജനസംഖ്യയിൽ 0.48% പേരാണ് ദരിദ്രരായി ഉള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. 2005-2006 കേരളത്തിലാകെ 12.31% പേർ ദരിദ്രരായിരുന്നു. പോഷകാഹാര ലഭ്യത, ശിശുമരണ നിരക്ക്, വിദ്യാഭ്യാസം, ശുചിത്വം, വൈദ്യുതി, പാർപ്പിടം, പാചക ഇന്ധനം, ബാങ്ക് അക്കൗണ്ട് എന്നീ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ദാരിദ്ര്യത്തിന്റെ തോത് കണക്കാക്കുമ്പോഴാണ് കേരളം ഏറ്റവും കുറവാണ്. അതായത് 0.48% പേർ മാത്രമേ കേരള സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം കണക്ക് കൂട്ടാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുള്ളവർ. അവിടെ 26.59% ബീഹാറിലുള്ളത്. മേഘാലയയിൽ 25.46, ജാർഖണ്ഡിൽ 37.08% ആളുകളാണ് അവിടെ ദരിദ്രം അനുഭവിക്കുന്നത്. ഉത്തർപ്രദേശിലാണെങ്കിൽ 17.40, മധ്യപ്രദേശിലും 15.01 എന്നിവയാണ് ഈ ദരിദ്രരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എടുക്കുമ്പോൾ വരുന്ന മുൻനിരയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നും കാര്യമായ മാറ്റങ്ങൾ കഴിഞ്ഞ 5-6 വർഷമായി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് പട്ടികയിൽ നിന്ന് വിലയിരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദശകത്തിൽ രാജ്യത്ത് ദാരിദ്ര്യം വൻതോതിൽ കുറയുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. 2005 മുതൽ 2006 വരെ 55.34% ആയിരുന്നത് 2022-23 പട്ടിക എത്തുമ്പോൾ 11.28% കുറഞ്ഞു എന്നാണ് നീതി ആയോഗിന്റെ ഈ സർവേയിൽ പറയുന്നത്. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അവർക്ക് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഉത്തർപ്രദേശും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മധ്യപ്രദേശും ഉത്തർപ്രദേശും ഒക്കെ തന്നെ, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് പോകുന്നില്ല എന്നതിൽ കാണേണ്ടി വരും. അതിലേറ്റവും കുറവുള്ളത് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ കേരളത്തിൽ 0.48% ആളുകൾ മാത്രമാണ് ദരിദ്രരായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പഴയ കണക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിൽ 2005-2006 കാലഘട്ടത്തിൽ 55.34% ആളുകളായിരുന്നു ദരിദ്രരായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കേരളത്തിൽ 12% ആളുകളായിരുന്നു ദരിദ്രരായിട്ടുണ്ടായിരുന്നത്. 2015-16 കാലഘട്ടത്തിൽ 24.85 ആയിരുന്നു ഇന്ത്യയിലെ ആകെ ദരിദ്രരുടെ എണ്ണം. ആ സമയത്ത് കേരളത്തിലുള്ളത് 0.7% കുറഞ്ഞു. നല്ല രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 12% ആളുകളിൽ നിന്ന് 0.7% ആളുകളിലേക്ക് നമ്മുടെ കേരളത്തിലെ ദരിദ്രരായ ആളുകളുടെയൊക്കെ കണക്കുകൾ എടുക്കുമ്പോൾ അത്രയും കുറവ് വന്നിട്ടുണ്ടായിരുന്നു. 2019-21 14.96% ഇന്ത്യയിലെ മുഴുവൻ ദരിദ്രരുടെ നിരക്ക്. അതിൽ കേരളത്തിലെത്തുമ്പോൾ 0.55%. 2022-23 എത്തുമ്പോൾ 11.28% ജനസംഖ്യയിൽ ദരിദ്രരുടെ ഈ ശതമാനമായി കണക്ക് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിലെത്തുമ്പോൾ അത് 0.48%. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നു എന്ന് വേണം ഈ ദരിദ്രരുടെ ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 0.48% മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ദരിദ്രരായവരുടെ ശതമാനം. പക്ഷേ മധ്യപ്രദേശിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ ഇപ്പോഴും സമാനമായ സാഹചര്യം അവിടെ തുടരുന്നു. ദരിദ്രരായ ആളുകളുടെ എണ്ണം അവിടെ വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങൾക്കെല്ലാം വേണം. അതിനുള്ള ക്രമീകരണങ്ങൾ വേണം. അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ നിലയുണ്ടായാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ഈ ദരിദ്രരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പോലും നമ്മൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് പോഷകാഹാരം, ശിശുമരണം, വിദ്യാഭ്യാസം, പാചക ഇന്ധനം, ശുചിത്വം, ശുദ്ധജലം, വൈദ്യുതി, വീട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ഘടകങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. അപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രത്തോളം പുറകിലാണ് ഈ പോഷകാഹാരവും അല്ലെങ്കിൽ ശിശുമരണത്തിലും ഒക്കെ തന്നെ എത്രത്തോളം പുറകിലാണ് എന്നീ പട്ടിക കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വികസനവുമായി ബന്ധപ്പെട്ട് വലിയ വാദങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ വികസനത്തിനെ പറ്റി വലിയ വാഴ്ത്തുപാട്ട് പാടുന്ന പല ആളുകളും ഇവിടെ ഉണ്ടാവും. അവരുടെ കണക്കിലേക്കാണ് ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ 10 മടങ്ങ് ആളുകളാണ് ദരിദ്രരായി ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് അതിൽ പ്രത്യേകത. അതിൽ ഉത്തർപ്രദേശും ഉണ്ട് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിന്റെ കണക്കുകൾ വരുമ്പോൾ അത് 0.48% മാത്രമാണ്. അതായത് വളരെയധികം കുറവ്. നമ്മുടെ രാജ്യത്ത് തന്നെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ദരിദ്രരായവരുടെ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നിൽക്കുന്ന ഏറ്റവും ദരിദ്രരുടെ എണ്ണം കുറഞ്ഞ സംസ്ഥാനത്തിൽ ഒന്നാമത് കേരളം തന്നെയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ.